ഹലോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു പാത്രമൊക്കെയാണ്. ഇന്ന് ഞാൻ വേറെ ഒന്നല്ല, മീൻകറി ഉണ്ടാക്കാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ഇടാനാണ് വന്നിരിക്കുന്നത്. ഞാൻ കുക്കിൽ അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് തട്ടിമുട്ടിയൊരു നോർമലായിട്ടുള്ളൊരു കറി കേട്ടോ വയ്ക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുകയാണ്. ഞാൻ അത് വീണ്ടും പറയണ, ഞാൻ വലിയ കുക്കൊന്നുമല്ല. എനിക്കിഷ്ടം കുക്ക് ചെയ്യുന്നത്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എന്തുണ്ടാക്കിയാലും വലിയ ഫ്ലോപ്പായിരിക്കും. പക്ഷെ ഞാൻ കറി ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിൽ എൻ്റെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്കാക വന്നു കഴിഞ്ഞാൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇക്ക നല്ലൊരു അഭിപ്രായം പറയും. അല്ലാതെ വേറെ ഒരാളും എൻ്റെ കറിക്ക് ഇതുവരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ അവിടെ വീട്ടിൽ കറി വെച്ചില്ലെങ്കിൽ ഇവിടുന്ന് കറി കൊണ്ടുപോകുമ്പോൾ പക്ഷേ എൻ്റെ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അല്ലാതെ എനിക്ക് വല്ലാണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് കൂടിയിട്ട് ആദ്യം വയറ്റി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതക്കേണ്ടതായിരുന്നു കേട്ടോ, പച്ചമുളക്. പക്ഷേ അത് ചതക്കണം ഇവിടെ ഉമ്മയുടെ. അപ്പോൾ ഞാനത് നല്ല നുറുക്കിയിട്ട് നല്ല നമ്മൾ വയറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ കഷ്ണം വയറ്റിട്ട് ചതക്കുമ്പോൾ അങ്ങനെ വയറ്റില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ കഷ്ണമാകുമ്പോൾ നല്ല വയറ്റിട്ട് അത് വാടണം. എന്നിട്ട് നല്ല വാടി വന്നു കഴിഞ്ഞാൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണേ. പിന്നെ കറി വെക്കുമ്പോൾ വേറൊരു ഓർമ്മ വരുന്നതല്ലേ, ഞങ്ങൾ എൻ്റെ വല്യമ്മ ഉണ്ടാവണ കാലത്ത് വീട്ടിൽ നിന്ന് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകും. നല്ല മീനും കൂട്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടാം. പക്ഷേ വല്യമ്മയുടെ അടുത്തെത്തിയാൽ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ പുളിയുടെ വെള്ളം കുറച്ച് കഥയിൽ നിന്നും പിന്മാറുന്നു പറഞ്ഞ പോലെ അങ്ങനെ കറിയിൽ പുളിയുടെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് വേപ്പിൻ്റെ ഇല വെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്, വീട്ടിലുള്ള വേപ്പിൻ്റെ ഇലയാണ്. ചിലവരൊക്കെ പറയണ കാലം കേൾക്കാം, രാത്രിയിൽ വേപ്പിൻ്റെ ഇല ഒന്നും പൊട്ടിക്കാൻ പാടില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളവിടെ പുതിയാപ്പിളക്കോരൻ കേട്ടോ ഈ മീൻ പറയാം. നിങ്ങളവിടെ എന്താണെന്നുള്ള കമൻറ്റ് ചെയ്തിരിക്കുക. പുതിയാപ്പിളക്കോരനാന്ന് നമ്മൾ കൂട്ടാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മീൻ കൂട്ടാനൊക്കെ നല്ല വെട്ടി തിളച്ചു, പുളിയൊക്കെ ഒഴിച്ചു. വെട്ടി തിളച്ചപ്പോൾ മീനിട്ടു, തിളച്ചു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ചുറ്റും. പിന്നെ ബെല്ലുവിനെ സഹായിക്കുന്നുണ്ടായിരുന്നു, അവന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുട്ടികളെ എല്ലാതും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. അവർ കഴിച്ച പാത്രങ്ങൾ കഴിക്കാനും അവരിട്ട ഡ്രസ്സ് അലക്കാനും അവരുടേതായ ജോലികളൊക്കെ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. നാളെ എന്നിപ്പോൾ നമ്മളുണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് തന്നെ ഒരു നല്ലൊരു പാഠമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഗുഡ് നൈറ്റ്.